നമസ്കാരം. ഇത് എറണാകുളം മറൈൻ ഡ്രൈവിലെ കോർണിഷിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കാക്കത്തീട്ടമാണ് ഈ കാണുന്നത്. ഈ വെളുത്ത് കാണുന്നതൊക്കെ കാക്കത്തീട്ടം. ഭയങ്കരമായിട്ടുള്ള കാക്കത്തീട്ടമുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സീരിയസ് സെറ്റ് ബൾബുകൾ മരത്തിൽ ഫിറ്റ് ചെയ്യുന്ന മറ്റുള്ള സാധനങ്ങളൊക്കെ. പക്ഷേ ഈ കാക്കത്തീട്ടം മാത്രം അതിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല അവർ. ഉണ്ട് ഡെക്കറേഷനൊക്കെ പുരോഗമിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇവിടെ ഈ കോർണിഷിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ കാക്കത്തീട്ടത്തിൻ്റെ ഒരു ശല്യമുള്ളൂ. ഭയങ്കര ശല്യമാണ് ഇവിടെ. ഈ ഏരിയ കൂടി നടക്കുമ്പോൾ ഇവിടെ വന്നാൽ മൂക്കുവത്തേണ്ട ഒരു അവസ്ഥയാണ്. ഭയങ്കര കാക്കത്തീട്ടത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ വരുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ട് മൂക്ക് പൊത്തിപ്പോവും. അപ്പം നമ്മുടെ ടൂറിസത്തിൻ്റെ ആ ഒരു ഗതികേടും മറ്റുള്ളതെല്ലാം ജനം മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ എല്ലാ ദിവസവും ഒരു ക്ലീനിങ്ങിൻ്റെ വണ്ടി ഓടിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില സ്ഥലങ്ങളിലുള്ള ആ ഒരു ബുദ്ധിമുട്ട്. രാവിലെ ഒരു 500-ൽ പരം ആളുകളെങ്കിലും നടക്കുന്ന സ്ഥലമാണ് ഇവിടെ രാവിലെ. പിന്നെ സഞ്ചാരികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഡെയിലി വന്നു പോകുന്ന സ്ഥലവും കൂടിയാണ്. ഇപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് മെയിൻ ഒരു ഏരിയയാണിത്. ഈ കോർണിഷ് കാണാതെ ഇവിടുത്തെ സഞ്ചാരികൾ പോകാറില്ല. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് ജെട്ടി മുതൽ ഹൈക്കോർട്ടിൻ്റെ ബാക്കിൽ വരെ, അതായത് ഗോശ്രീ പാലത്തിൻ്റെ ഏകദേശം അടുത്ത് വരും ഒരു 3.5 കിലോമീറ്ററോളമുള്ള കോർണിഷാണിത്. അതിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇത്ര കാക്കശല്യമുള്ളൂ. കാക്കയുടെ മറ്റേ കാക്കക്കാട്ടത്തിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് ഇവിടെ. പക്ഷെ അത് ഒന്ന് ക്ലിയർ ചെയ്യോ ഈ ക്രിസ്മസിൻ്റെ സീസണായിട്ട് വിടുകയുണ്ട്. ഇവിടെയുള്ള മരങ്ങളുടെ താഴത്തുള്ള മരച്ചില്ലകളിൽ വരെ കാക്കത്തീട്ടം ആയി കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വിടുകയാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇതെല്ലാം കണ്ട് വിലയിരുത്തി പോകുന്നതാണ്. അതുകൊണ്ടിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. സ്വാഭാവികമായിട്ടും ഇത് ഡെയിലി റൂട്ടീൻ ക്ലീൻ ചെയ്യാവുന്ന ഒരു സംവിധാനം. ഈ വെള്ളപ്പാടുകളെല്ലാം മൊത്തം കാക്കത്തീട്ടമാണത്. ശരിക്കും ഒരു വെള്ള ടൈലായതുകൊണ്ടിട്ടാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. നേരെ മറിച്ച് കറുത്ത ടൈല് വല്ലതും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചുവന്ന ടൈല് വല്ലതും ആയിരുന്നെങ്കിൽ ഇതിൻ്റെ അവസ്ഥ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് മാറിയതിന്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വിടുന്നു. അവിടെ സ്ഥിരമായിട്ടുള്ളൊരു സൊല്യൂഷൻ, ഡെയിലി നടക്കുന്ന ആളുകൾക്ക് ദുർഗന്ധമില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കുക. താങ്ക് യു.